അതായത് ഹൈപ്പോതൈറോയിഡിസം പോലുള്ള അസുഖങ്ങളുള്ളവരിൽ PCOD കണ്ടുവരുന്നുണ്ട്. ഇതിൻ്റെ പ്രധാന കാരണം നമ്മുടെ ബോഡി മെറ്റബോളിസം റെഗുലേറ്റ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഹോർമോണാണ് തൈറോയ്ഡ് ഹോർമോൺ. തൈറോയ്ഡ് ഹോർമോൺ കുറവാണ് എങ്കിൽ അവർക്ക് അണ്ടവിസർജനം അഥവാ ഓവുലേഷൻ നടക്കാതിരിക്കുകയും അതുവഴി PCODയിലേക്ക് നയിക്കാനും കാരണമാകുന്നു. ഇനി മറ്റു ചിലരിൽ കാണുന്ന പ്രധാനപ്പെട്ട ഒരു കോംബോ ഓഫർ അല്ലെങ്കിൽ PCOSന്റെ തന്നെ ഭാഗമായി കാണുന്ന ഒരു സംഭവമാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. ഇങ്ങനെയുള്ളവരിൽ കഴുത്ത്, കക്ഷം അല്ലെങ്കിൽ മടക്കുകളിലൊക്കെ തന്നെ കട്ടിയോട് കൂടിയ കറുപ്പ് നിറങ്ങൾ കാണാറുണ്ട്. ഇതിനെയാണ് അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് എന്ന് പറയുന്നത്. ഈ ലക്ഷണങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞ അങ്ങോട്ടേക്ക് ചോദിക്കുമ്പോൾ കുഴപ്പമില്ല അല്ലെങ്കിൽ പീരീഡ്സ് റെഗുലർ ആണ് എന്ന് പറഞ്ഞിട്ട് പല പേഷ്യൻസും അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്നുള്ളത് കണ്ടിട്ടുള്ളത്. ഇങ്ങനെ കട്ടിയോട് കൂടിയുള്ള കറുപ്പ് നിറം ഉണ്ട് എങ്കിലോ അല്ല നിങ്ങളുടെ ഫാമിലി ഹിസ്റ്ററിയിൽ അച്ഛനോ അമ്മയ്ക്കോ ഒക്കെ ഡയബറ്റിസ് ഉണ്ട് എങ്കിലോ ഇത് PCODയിലേക്ക് നയിക്കുന്ന ഒരു സിംറ്റമായിട്ട് അല്ലെങ്കിൽ സൈനായിട്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇനി മറ്റു ചിലരാവട്ടെ വെയിറ്റ് കൂടി വരിക അല്ലെങ്കിൽ ഒബിസിറ്റി പൊണ്ണത്തടി കൂടുതലായിട്ട് വരുന്നുണ്ട് എങ്കിൽ അത് PCODയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സിംറ്റം ആണോ എന്ന് റൂൾ ഔട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇതിനെ നമ്മൾ നേരത്തെ പറഞ്ഞ തൈറോയ്ഡ് ഡിസോർഡറുമായിട്ടും കൂട്ടിക്കലർത്താവുന്നതാണ്. പിന്നെ വരുന്ന മറ്റു ചിലരാണ് മുടി കൊഴിച്ചിലുമായിട്ട് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് വരുന്ന ചില പേഷ്യൻസ് ആവട്ടെ, അപ്പോഴായിരിക്കും ഇവർക്ക് PCOD ഉണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുന്നത്. നേരത്തെ പറഞ്ഞ ആൻഡ്രോജൻ്റെ കൂടുതലാണ് ഈ പറയുന്ന മുടി കൊഴിച്ചിലിന് കാരണം.